ഇതൊരു തരം നിങ്ങളറിയാതെ നിങ്ങളെ മാറ്റുന്ന, നിങ്ങളറിയാതെ നിങ്ങളെ മറ്റൊരു ബോധത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മഹത്തായ ക്രിയയാണ്. നിങ്ങളറിയുന്നേയില്ല. നേരത്തെ ഞാൻ സംസാരിച്ച സമയത്ത് സത്യത്തിൽ ഇത് ഒരു കൗൺസിലിംഗ് ആണോ, അതല്ല ഒരു ബോധവൽക്കരണമാണോ, അല്ലെങ്കിൽ ബോധത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ക്രിയയാണോ എന്ന് ചോദിച്ചാൽ ഇത് മൂന്നുമാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഈ തലത്തിൽ നിന്ന് വളരെ സാവധാനത്തിൽ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്രിയയാണ് മൃതസഞ്ജീവനി ക്രിയ. നിങ്ങളുടെ മാനസിക, ശാരീരിക, ഭൗതിക, ആത്മീയ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കാൻ ഈ ക്രിയ നിങ്ങൾ അഭ്യസിക്കുന്നത് കൊണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കഴിയും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എല്ലാ മനുഷ്യരിലും രൂഢമൂലമായി കിടക്കുന്ന മോശമായ അവസ്ഥകളെ നല്ല അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ, ഒരു കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്ന പൂർണ്ണനായ ഒരു മനുഷ്യനെ വാർത്തെടുക്കുവാൻ ഈ മൃതസഞ്ജീവനി ക്രിയയ്ക്ക് കഴിയും. അങ്ങനെ ബോധതലത്തിലും, മാനസികമായ തലത്തിലും, ബോധതലത്തിലും, നിങ്ങളുടെ ശാരീരിക തലത്തിലും സ്പർശിച്ചുകൊണ്ട് ഒരു ഇളം കാറ്റുപോലെ നിങ്ങളുടെ ശരീരത്തെ ആകമാനം അതിനെ ഒരു തെളിർക്കാറ്റുപോലെ, ഒരു കുളിരുപോലെ നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മാനസികമായി ഉയരാൻ കഴിയും. നിങ്ങളറിയാതെ തന്നെ നിങ്ങളൊരു ബോധമണ്ഡലത്തിലേക്ക്, മറ്റൊരു ബോധമണ്ഡലത്തിലേക്ക് നിങ്ങളെ ഈ മൃതസഞ്ജീവനി ക്രിയ കൂട്ടിക്കൊണ്ടുപോകും. ഇതിൽ ഇന്ത്യൻ ക്ലാസിക്കൽ യോഗ, അതുപോലെ തന്നെ ചൈനീസ് ആയോധനകലയിൽപ്പെടുന്ന ചീക്കും, തായ്ച്ചി, 4000 വർഷങ്ങൾക്കപ്പുറം രൂപപ്പെടുത്തിയിട്ടുള്ള ചൈനീസ് ഋഷിവര്യന്മാർ, ശ്രേഷ്ഠന്മാർ, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ചീക്കും, അതുപോലെ തന്നെ തായ്ച്ചി, പാതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ യോഗ, ഭാരതത്തിന് എന്നും അഭിമാനമാണ് യോഗ. അത് ലോകം മുഴുവൻ പ്രചുര പ്രചാരം നേടിയിട്ടുള്ള യോഗ, ഇന്ത്യൻ ക്ലാസിക്കൽ യോഗ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉള്ളടക്കം.